നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത്തക്കുലയുടെ വില കുത്തനെ ഇടിഞ്ഞു, കർഷകർക്ക് കണ്ണീര്. അപ്പോൾ പുതിയ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടിപ്പോവും, അത്രയേറെ വിലക്കുറവാണ്. വയനാട്ടിൽ വാഴപ്പഴ വില 3 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. വിളകൾ സംരക്ഷിക്കാൻ കർഷകർ പാടുപെടുന്നു. വയനാട്ടിലെ വാഴ കർഷകർ പ്രതിസന്ധി നേരിടുന്നു. പഴങ്ങളുടെ വില വീണ്ടും ഇടിഞ്ഞു. വ്യാപാരികൾ വാങ്ങൽ നിർത്തിവച്ചതോടെ പുതുതായി വിളവെടുത്ത വാഴക്കുലകൾ പാടങ്ങളിൽ തന്നെ പഴുത്ത് ചീഞ്ഞഴുകിപ്പോകുന്നു. ഇത് കർഷകർ കഠിനാധ്വാനം ചെയ്ത വിളവിൻ്റെ ഒരു ഭാഗം പോലും സംരക്ഷിക്കാൻ പാടുപെടുന്നു. ഒരാഴ്ച മുമ്പ് ജില്ലയിൽ വാഴപ്പഴം കിൻഡലിന് 1500 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നു, അതായത് 1 കിലോയ്ക്ക് 15 രൂപ. എന്നാൽ വ്യാഴാഴ്ച ആയപ്പോഴേക്ക് വില വീണ്ടും ഇടിഞ്ഞു. കിൻഡലിന് 1000 രൂപ മുതൽ 1300 രൂപ വരെയായി, അതായത് 10 രൂപ മുതൽ 13 രൂപ വരെയാണ് വില കർഷകർക്ക് കിട്ടുന്നത്. 3 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. 2 മാസം മുമ്പ് ഒരു കിൻഡലിന് 2600 രൂപ വിലയുണ്ടായിരുന്നെങ്കിലും ഈ ഓണക്കാലത്ത് പോലും കർഷകർ പ്രതീക്ഷിച്ചതിൻ്റെ പകുതി പോലും വില എത്തിയില്ല. കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ഉൽപ്പാദനം വർദ്ധിച്ചതും വയനാട്ടിൽ കൃഷി ചെയ്യുന്ന വാഴപ്പഴത്തിൻ്റെ ആവശ്യകത കുറഞ്ഞതുമാണ് ഈ കുത്തനെയുള്ള ഇടിവിന് പ്രധാന കാരണമെന്ന് പ്രാദേശിക വ്യാപാരികൾ പറയുന്നു. വയനാട്ടിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം 3 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിലയാണിത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വാഴകൃഷി ചെയ്യുന്ന ജില്ലകളിൽ ഒന്നാണ് വയനാട്. ഇവിടുത്തെ പല കർഷകരും ഉപജീവനത്തിനായി വാഴകൃഷിയെ മാത്രം ആശ്രയിക്കുന്നു. എന്നാൽ വാഴകൃഷി വില കുറഞ്ഞതല്ല. രാസവളങ്ങളുടെയും തൊഴിലാളികളുടെയും ചെലവ് കണക്കിലെടുക്കുമ്പോൾ 1 ഏക്കറിൽ മാത്രം കൃഷി ചെയ്യാൻ 1,80,000 രൂപ വരെയും ചെലവാകും. നിലവിലെ വിലയിൽ കർഷകർക്ക് ഏക്കറിന് 1 ലക്ഷം രൂപയോളം വരുമാനം ലഭിക്കുന്നില്ല. കർണാടകയിൽ ഇഞ്ചി കൃഷി ചെയ്തിരുന്ന നിരവധി മലയാളികൾ വാഴകൃഷിയിലേക്ക് മാറിയതാണ് വാഴ ഉൽപ്പാദനം കുതിച്ചുയരാനുള്ള പ്രധാന കാരണം. പനമരം, കണിയാമ്പറ്റ, കോട്ടത്തറ, പടിഞ്ഞാറേത്തറ, തരിയോട്, തവിഞ്ഞാൽ, തൊണ്ടർനാട്, വെള്ളമുണ്ട, എടവക, പൊഴുതന തുടങ്ങിയ പഞ്ചായത്തുകളിലായി എണ്ണമറ്റ കുടുംബങ്ങളാണ് ഇപ്പോൾ പ്രധാന വരുമാന മാർഗമായി വാഴകൃഷിയെ ആശ്രയിക്കുന്നത്. കൃഷി ലാഭകരമാകണമെങ്കിൽ 1 കിലോയ്ക്ക് കുറഞ്ഞത് 35 രൂപയെങ്കിലും വാഴക്കുലകൾക്ക് ലഭിക്കണമെന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യാപാരികൾ വാഴപ്പഴം വാങ്ങാൻ തയ്യാറാകാത്തത് അവരുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കുന്നു. ഇക്കാലത്ത് കർഷകർ വിലയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ വ്യാപാരികൾ പലപ്പോഴും വാഴപ്പഴം സംഭരിക്കുന്നില്ലെന്ന് മറുപടി നൽകുകയും വിളവെടുപ്പ് നിർത്തിവെക്കാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു. എന്നാൽ വിളവെടുക്കാൻ തയ്യാറായ വാഴക്കുലകൾ പറിച്ചെടുക്കാതെ വച്ചാൽ അവ പെട്ടെന്ന് കേടുവരികയും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വ്യാപാരികളെ പിന്തുടരുകയല്ലാതെ മറ്റു മാർഗമില്ലാതെ ചെയ്യുന്നു. പല സന്ദർഭങ്ങളിലും വിപണിയിൽ നിന്ന് വാഴക്കുലകൾ കൊണ്ടുപോകുന്നതിലെ കാലതാമസം കർഷകർക്കും വ്യാപാരികൾക്കും ഗണ്യമായ നഷ്ടത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ചിപ്സ് നിർമ്മാണ യൂണിറ്റുകൾ മാത്രമാണ് കർഷകരിൽ നിന്ന് നേരിട്ട് വാഴപ്പഴം വാങ്ങുന്നത്. എന്നിട്ടും പരിമിതമായ അളവിൽ മാത്രം വില കുത്തനെ ഇടിഞ്ഞിട്ടും കർഷകരെ സംരക്ഷിക്കുന്നതിനോ മിനിമം താങ്ങുവില ഉറപ്പാക്കുന്നതിനോ സർക്കാർ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് കർഷകർ വിഷമത്തോടെ പറയുന്നു. ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 കിലോ ഏത്തയ്ക്ക 100 രൂപ കണക്കിനാണ് വിൽക്കുന്നത്. അപ്പോൾ വാങ്ങാനും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ വാഴ കർഷകർ എന്തുകൊണ്ടും വളരെ ദുഃഖത്തിലാണ്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.